നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദിലീപിനെ നായകനാക്കി ലാൽ ജോസ് ഒരുക്കിയ രസികൻ എന്ന സിനിമയിലെ ആ വികൃതി പയ്യനെ ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല. ഉള്ളീന്ന് വരണമെന്ന് മാമൻ പറയുന്നുണ്ടല്ലോ, ഉള്ളിലേക്ക് വല്ലതും പോയോന്ന് ചോദിച്ചോ എന്ന ഒറ്റ ഡയലോഗിലൂടെയാണ് ഹരി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത്. മലയാള സിനിമയിലൂടെ ബാലതാരമായി ശ്രദ്ധ നേടിയ നടൻ ഹരിമുരളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. 27 വയസ്സായിരുന്നു. കണ്ണൂർ പയ്യന്നൂർ അന്നൂരിലെ സ്വന്തം വീട്ടിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം സംഭവിച്ച കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ മൃതദേഹം പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചെറുപ്രായത്തിലുള്ള ഹരിമുരളിയുടെ അപ്രതീക്ഷിത വിയോഗം സിനിമാ നാടക പ്രവർത്തകർക്കിടയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. വാർത്തയറിഞ്ഞ് നിരവധി പേർ താരത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. പയ്യന്നൂരിലെ വീട്ടിലും പരിസരത്തും ഹരിയുടെ വേർപാടിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. നാടക സിനിമാ നടൻ KU മുരളിയുടെയും പ്രസന്നയുടെയും മകനാണ് ഹരിമുരളി. സഹോദരൻ ശ്രീമുരളി. അഭിനയത്തിൽ സജീവമല്ലാതിരുന്ന താരം എറണാകുളത്ത് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു. 30 വർഷത്തോളമായി നാടകരംഗത്ത് സജീവമായ പയ്യന്നൂർ മുരളിയുടെ മകനാണ് ഹരിമുരളി. സീരിയലിലൂടെയാണ് ഹരി അഭിനയ രംഗത്ത് എത്തുന്നത്. MA നസീറാണ് സീരിയലിൽ ചെറിയ വേഷം ചെയ്യാൻ അന്നേരം 4.5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഹരിയെ വിളിക്കുന്നത്. രസികനാണ് ആദ്യ സിനിമ. രസികനിലെ വേഷം പ്രേക്ഷകർ ശ്രദ്ധ നേടി. ആ കുഞ്ഞു വികൃതി പയ്യന് ദിലീപിന്റെ കഥാപാത്രം ഇട്ട പേരും ഹിറ്റായി, കടവാവൽ. രസികന് ശേഷം അൻവർ സംവിധാനം ചെയ്ത അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ, പട്ടണത്തിൽ ഭൂതം തുടങ്ങി ഉലകം ചുറ്റും വാലിഭൻ വരെ 10-15ഓളം സിനിമകളിൽ ബാലതാരമായി ഹരി അഭിനയിച്ചു. കുട്ടിച്ചാത്തൻ, മാംഗല്യം, കായംകുളം കൊച്ചുണ്ണി തുടങ്ങിയ 40ഓളം സീരിയലുകളിലും അഭിനയിച്ചിരുന്നു. പഠിക്കാനും മറ്റുമായി അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിന്ന ഹരി വർഷങ്ങൾക്ക് ശേഷമാണ് അമർ അക്ബർ ആന്റണിയിൽ ചെറിയൊരു വേഷം ചെയ്യുന്നത്. ബംഗളൂരുവിൽ നിന്ന് BSc വിഷ്വൽ എഫക്ട്സ് ആൻഡ് ആനിമേഷൻ പഠിച്ച ഹരി എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. VFX മേഖലയിലൂടെ സിനിമയുടെ പിന്നണിയിൽ സജീവമാകുന്നതിനിടെയാണ് അന്ത്യം. നടൻ ഗണപതി, നടൻ ബാബു അന്നൂർ എന്നിവർ ബന്ധുക്കളാണ്. അഭിനയത്തിന് പുറമെ സാങ്കേതിക മേഖലയിലും ഹരി തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. VFX ആർട്ടിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. പഠനത്തിനായി കുറച്ചുകാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ഹരി പിന്നീട് നാദിർഷയുടെ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തി. അതേസമയം വർഷങ്ങളായി അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നതിനെ കുറിച്ച് ഹരി തന്നെ മുമ്പൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ 15-ാം വയസ്സിൽ അഭിനയം നിർത്തിയതാണ്. അഭിനയം പഠനത്തെ ബാധിക്കുന്നു എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് അങ്ങനെയൊരു തീരുമാനം എടുത്തത്. വിഷ്ണു ചേട്ടനും ബിബിൻ ചേട്ടനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അമർ അക്ബർ അന്തോണിയിൽ ഒരു വേഷം ചെയ്തു. പഠിച്ചതൊക്കെ ബാംഗ്ലൂരിലാണ്. അതിനുശേഷം ജോലിയുമായി ബന്ധപ്പെട്ട് UAE-യിലേക്ക് പോയി. ഇപ്പോൾ നാട്ടിൽ തന്നെയാണ്. VFX ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നു. എഡിറ്റിംഗും എഴുത്തും ഒക്കെയാണ് എന്റെ ഇപ്പോഴത്തെ പരിപാടി എന്നാണ് ഹരി അന്ന് അഭിമുഖത്തിൽ പറഞ്ഞത്. സിനിമയിൽ നിന്നും മാറി നിൽക്കാനുള്ള കാരണം പഠനം മാത്രമായിരുന്നില്ല, മറ്റു ചിലത് കൂടി ഉണ്ടായിരുന്നു എന്നും ഹരി പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയ അത്ര പരിചിതമല്ലാത്ത കാലത്താണ് ഞാൻ അഭിനയിച്ചു തുടങ്ങിയത്. അതും 4.5 വയസ്സിൽ. സീരിയലിൽ അഭിനയിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് എൻ്റെ മുഖം പരിചിതമായിരുന്നു. ഇത് പേഴ്സണലി എന്നെ ബാധിച്ചിരുന്നു. വീടിനടുത്തുള്ള കുട്ടികൾ എന്നെ കളിക്കാൻ പോലും കൂട്ടില്ലായിരുന്നു. സ്കൂളിൽ പോയാലും കുട്ടികൾ സംസാരിക്കാതെ മാറി നിൽക്കും. എന്നെ വേറെ എന്തോ ആയിട്ടാണ് കുട്ടികളൊക്കെ കണ്ടത്. ചിലപ്പോൾ അവർക്ക് അഭിനയിക്കുന്ന ആളാണ്, ജാടയായിരിക്കും എന്ന തോന്നലിൽ നിന്നും ഉണ്ടായ പേടിയും മടിയും ഒക്കെ ആയിരുന്നിരിക്കാം. ട്രെയിനിലൊക്കെ പോകുമ്പോൾ ആളുകൾ അടുത്തു വന്ന് സീരിയൽ കാണാറുണ്ട്, നല്ല അഭിനയമാണെന്നൊക്കെ പറയുമ്പോൾ എന്നോട് മാത്രം എന്തിനാണ് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന തോന്നലായിരുന്നു. കാരണം ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രായമായിരുന്നില്ല അന്നെനിക്ക്. ഇതുകൊണ്ടൊക്കെ ഇനി അഭിനയിക്കുന്നില്ല എന്ന തീരുമാനം ഞാൻ സ്വയം എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് കരിയറിൽ വലിയൊരു ബ്രേക്ക് എടുത്തത് എന്നും ഹരി അന്ന് പറഞ്ഞിരുന്നു. നല്ല അവസരങ്ങൾ കിട്ടിയാൽ സിനിമയിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് തീരുമാനമെന്നും ഹരി വ്യക്തമാക്കിയിരുന്നു. നല്ല റോളുകൾ നോക്കി മാത്രമേ ക്യാരക്ടർ സെലക്ട് ചെയ്യൂ. ആളുകൾ ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് ഇല്ലാതാക്കരുത് എന്നാണ് ആഗ്രഹമെന്നും ഹരി അന്ന് പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.